എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് നയനയാണ്. നയനയ്ക്ക് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ കാരണം കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ആദർശ് അടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം നയന പറയുവാണ്, ചേച്ചി മനസ്സിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടി വെച്ചേക്കുവാണ്, അതുകൊണ്ടാണ് ചേച്ചി ഇത്ര കൂളായിട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെയൊന്നും അല്ല പ്രതികരിക്കുന്നത്. അഭിയെ ചേച്ചി കൊന്നേനെ. ഇത് ചേച്ചി ഒന്നും മിണ്ടുന്നില്ല. ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയത്തില്ല. എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ പേടിയാണ് എന്ന് പറഞ്ഞ് കുറേ സങ്കടം പറയുന്നുണ്ട്. ആദർശ് അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗോവിന്ദനെയും കനികയും കാണിക്കുന്നുണ്ട്. ഗോവിന്ദനും രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, ആകെ ടെൻഷൻ. നവ്യ ഇനി എന്ത് തീരുമാനമെടുക്കും, ഇനിയിപ്പം അഭിയോ കൊല്ലുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷൻ. അതുപോലെ കനികയെ വീണ്ടും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം തുറന്നു പറഞ്ഞതിന്. നന്ദുവും വന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്, അമ്മ എന്തിനാ ഇതെല്ലാം തുറന്നു പറയാൻ പോയത്, അതുകൊണ്ടല്ലേ ആർക്കും ഉറക്കവും ഇല്ലാതായത്, അസുഖമുള്ള അച്ഛന് ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ നയനേച്ചിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എല്ലാവരും ടെൻഷനിലാണ് എന്ന് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തുന്നൊക്കെയുണ്ട്. പിന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആദർശിനെ വീണ്ടും വീണ്ടും നവ്യ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് സഹിക്കാൻ മേലാത്തതുകൊണ്ടല്ലേ അവൾ പറഞ്ഞത്, ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ ചെറുതായിട്ടൊന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം കുറേ നേരം കണ്ണു വീഴ്ച കിടന്നിട്ട് അഭി പയ്യെ ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നേ. എന്നിട്ട് ചാടി എഴുന്നേക്ക് ഓർക്കത്തിന്ന് ഇടയ്ക്കുന്ന. അന്നേരം നവ്യ ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കുക. അന്നേരം ഈശ്വര, ഇവൾ ഉറങ്ങിയിട്ടില്ലേ, ഇനിയിപ്പോൾ എനിക്ക് ഉറക്കം വരികയല്ലോ, ഇനി പേടിച്ചിട്ട് കിടക്കാനുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് പയ്യെ ആ സൈഡിൽ തന്നെ കിടക്കുന്നു. ഉറങ്ങുന്നൊന്നുമില്ല, മാക്സിമം കണ്ണ് തുറന്നു വെച്ച് കിടക്കാൻ ശ്രമിക്കുന്നുണ്ട് അഭി. പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തു കേട്ടോ. ദേവേനി കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ പൂജാമുറി കയറി വിളക്കൊക്കെ കത്തിക്കണമല്ലോ, അതിന് വേണ്ടി വരുമ്പം രാവിലെ കുളിച്ച് റെഡിയായി നവ്യ പൂജാമുറിയിലേക്ക് പോവാണ്. നവ്യ ദേവേനെ കാണുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, ഒന്നും പറയുന്നില്ല, നേരെ പൂജാമുറിയിലേക്ക് പോകുന്നു. അന്നേരം മുത്തശ്ശി വരും. എന്നിട്ട് എന്താ നവ്യ പൂജാമുറിയിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ, അറിയില്ലമ്മേ, ഞാൻ പൂജാമുറി പോകാൻ വേണ്ടി വരുമായിരുന്നു. അന്നേരം അവൾ അങ്ങോട്ട് പോയി, അവളുടെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ മനസ്സ് നീറുമായിരിക്കും, അതുകൊണ്ടാണ് അവൾ ഈശ്വരന്മാരെ കൂട്ടുപിടിക്കുന്നത് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, ഏതായാലും അവൾ പൂജാമുറി കയറി തൊഴുത് ഇറങ്ങട്ടെ, എന്നിട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന്. ഈ സമയം നവ്യ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുവാണ്, ഭഗവാനെ 99% എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പിന്നെ ഒരു ശതമാനമേ ഉള്ളൂ അബിയുടെ ഭാഗം ശരിയാണ് എന്ന് ന്യായീകരിക്കാൻ വേണ്ടി, ആ ഒരു ഭാഗം അങ്ങനെ ആകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അല്ലെങ്കിൽ എന്നോടൊപ്പം അവനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട വരും എനിക്ക്, അതുകൊണ്ട് എൻ്റെ കൂടെ കാണണേ എന്നൊക്കെ പറഞ്ഞ് നവ്യ കുറേ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അതുപോലെ തന്നെ ജലജയും രാവിലെ എഴുന്നേറ്റു. ജലജയ്ക്കും രാത്രിയിൽ നേരാവണ്ണം ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. അഭി ജീവനോടെ കാണുമോ എന്നാണ് ജലജയുടെ പേടി. ജലജ അങ്ങനെ പയ്യെ റൂമിലേക്ക് വന്ന് നോക്കുമ്പം വാതിൽ തുറന്നിട്ടേക്കുവാണ്. അഭി കിടന്ന് നല്ല ഉറക്കുക. അന്നേരം ജലജ ഓർക്കുക, ഈശ്വര, രാത്രി മൊത്തം ടെൻഷൻ കാരണം ബാക്കിയുള്ളവന് ഉറങ്ങാൻ പറ്റിയില്ല, അവൻ കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അടി വെച്ച് കൊടുക്കും. അഭി ചാടി എഴുന്നേക്കുവേ. അന്നേരം പേടിക്കണ്ട, ഞാനാ എന്ന് പറയും. എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ, കണ്ടില്ല, രാത്രിയിലെല്ലാം അവൾ കണ്ണ് വീഴ്ച എഴുന്നേറ്റ് ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല, ഇപ്പോഴൊന്നും ഞാൻ കണ്ണടച്ചേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്ക് പേടിയായിരുന്നു നിന്നെ ജീവനോട് ഇനി കാണാൻ പറ്റുമോയെന്ന്, ഇനിയിപ്പോൾ എന്നതാടാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയത്തില്ല, അവളൊന്ന് വാ തുറന്നാലല്ലേ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ അഭി പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. അന്തേക്കും ജലജ, അതെ, ഞാൻ ഇതിലൂടെ പോയപ്പം വെറുതെ ഒന്ന് കയറിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. നവ്യ മൈൻഡ് ചെയ്യുന്നില്ല. നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ അഭി ചോദിക്കുവാണ്, ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എന്ന്. അതിനും മറുപടിയൊന്നുമില്ല. നേരെ പോയി തലമുടിയൊക്കെ ഒന്ന് ഈരി ഒതുക്കി വെക്കുന്നു. എന്നിട്ട് എവിടെയോ പോകാൻ വേണ്ടി തുടങ്ങുക. അന്നേരം അഭി, ഈശ്വര, അവളെ എവിടെയോ പോവുകയാണല്ലോ, ഒന്നും മിണ്ടുന്നില്ല, എന്തൊക്കെയോ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്, എന്താ പോലും എന്നൊക്കെ ഓർത്ത് പേടിച്ച് നിൽക്കുവാണേ. എന്നിട്ട് നവ്യ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ, നീ എവിടെ പോവാന്ന് ചോദിക്കും. അതിനും മറുപടി ഒന്നുമില്ല. മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നു. അന്നേരം അഭി ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈശ്വര, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലും കുഴപ്പമില്ല, എന്നെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. ഈ സമയം താഴെയും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജാനകിയും അതുപോലെ ദേവയാനിയും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നവ്യ ആകെ ടെൻഷനിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് നവ്യ ഇറങ്ങി വരുന്നത്. അന്നേരം നവ്യയോട് മുത്തശ്ശി ചോദിക്കും, മോളെ നീ എവിടെ പോവാണ് എന്ന്. അതിന് മറുപടിയൊന്നുമില്ല. എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് നവ്യ പുറത്തേക്ക് പോകുന്നു. പോയി കഴിയുമ്പം ദേവേനെ പറയുന്നുണ്ട്, അവൾ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, അതാ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നടക്കുന്നത് എന്ന്. അപ്പോൾ മുത്തശ്ശി പറയും, ചിലപ്പോൾ അമ്പലത്തിൽ പോയതായിരിക്കും എന്ന്. അന്നേരം ദേവേനെ പറയുന്നുണ്ട്, അവളുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന്. അന്നേരം ജാനകി പറയുക, ഇതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒരുത്തൻ മുകളിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും, അവൻ ഇതൊന്നും അറിയണ്ടല്ലോ, അവൾ പുറത്തേക്ക് പോയി, ഇനി തിരിച്ച് വന്നേടം
വരെ ഈ വീട്ടിലുള്ള ഒരാൾക്ക് സമാധാനം കാണിയല്ല എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ഏതായാലും എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷേ ഇവൻ ഇനി ഒരിക്കലും നന്നാവരുത്, ഇവൻ്റെ ജീവിതം നന്നാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത്രത്തോളം അവനെ കൊണ്ട് മടുത്തു ഈ വീട്ടിലുള്ളവർ. എനിക്ക് പണ്ടൊരിക്കൽ സഹതാപം തോന്നിയിട്ടാണ് ജലജയെ ഞങ്ങൾ ഏറ്റെടുത്ത് വളർത്താൻ തീരുമാനിച്ചത്. അതിനുശേഷം അവൾ വളർന്നതിന് ശേഷം ഞങ്ങൾക്ക് സമാധാനം എന്നൊന്നും അവൾ തന്നിട്ടില്ല. പിന്നെ ഇപ്പം ചെറിയൊരു ആശ്വാസമുള്ളത് അവന്തിക്ക് ചെറിയൊരു മാറ്റമുണ്ട്, അതുമാത്രമാണ് എന്ന് പറയും. അന്നേരം ദേവയാനി ചോദിക്കുകയാണ്, എന്നാലും നവ്യ എങ്ങോട്ടായിരിക്കും അമ്മേ പോയത് എന്ന്. നവ്യ പോയത് വേറെ എവിടേക്കുമല്ല, ഡേവിഡിൻ്റെ അടുത്തേക്കാണ്. ഡേവിഡിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നവ്യ പറയുന്നുണ്ട്, ഞാൻ ആകെ ടെൻഷനിലാണ്. 99% എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ശതമാനം ആ അഭിക്ക് അനുകൂലമായിട്ട് വരുമോ എന്നറിയാനാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പം ഡേവിഡ് പറയുവാണ്, ഏതായാലും എനിക്കറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെയാണ് ഞാൻ DNA ടെസ്റ്റ് നടത്തിച്ചത്. 3-4 തവണ തിരിച്ചും മറിച്ചും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടും പേടിക്കാനൊന്നുമില്ല, നല്ലൊരു റിസൾട്ടാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ, എന്താ സാറേ കിട്ടിയത്, തുറന്നു പറ എന്ന് പറയുവാണ്. അന്നേരം ഡേവിഡ് നവ്യയോട് ചോദിക്കുന്നുണ്ട്, നവ്യയോട് ഈ കാര്യം പറഞ്ഞത് നവ്യയുടെ അമ്മയല്ലേ എന്ന്. അന്നേരം അമ്മയാ പറഞ്ഞത്, പക്ഷേ ഇതിനു മുമ്പും പലപ്പോഴും ഇത് എന്നോട് പലരും പറയാതെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അബിയയുടെ അമ്മായി എന്നോട് പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ അബിയയുടെ ചായയുണ്ട് ചന്തുമോൾക്ക് എന്ന് വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ഡേവിഡ് പറയുവാണ്, അബിയയുടെ അമ്മായി എന്ന് പറയുമ്പോൾ ആദർശിൻ്റെ അമ്മയല്ലേ, അവരുടെ മകനെ രക്ഷിക്കാനേ നോക്കുകയുള്ളൂ, അതുകൊണ്ടാണ് അവരിതെല്ലാം പറഞ്ഞത്. ഏതായാലും റിസൾട്ട് അബിക്കനുകൂലമാണ്, അബിയയുടെ കുഞ്ഞല്ല ചന്തുമോള്, അത് റിസൾട്ടിൽ അറിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് നവ്യയ്ക്ക്. നവ്യ പറയുന്നുണ്ട്, എനിക്ക് സാറിനെ ഭയങ്കര വിശ്വാസമാണ്, അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് തന്നെ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഓടിയെത്തിയത്. അതുകൊണ്ട് ഇനി ഞാൻ ഒരാളെയും ആ വീട്ടിൽ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. അന്നേരം ഡേവിഡും പറയുന്നുണ്ട്, അവനൊരു പാവമാണ്, അതുകൊണ്ടാണ് ഇത്രയും കാലം അവനെ ഇങ്ങനെ അടിമപ്പണി എടുപ്പിച്ച് ഈ ആരോപണം അവനിൽ അടിച്ചേൽപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചപ്പോഴും അവൻ മിണ്ടാതെ നിന്നത്. കാരണം ആ വീട്ടിൽ വളർത്തുമകനായ അവന് അത്രയും സ്ഥാനം കിട്ടുള്ളൂ എന്ന് അവന് മനസ്സിലായി കാണും. അതുകൊണ്ടാണ്. പിന്നെ നവ്യ മൂലമാണ് ഞങ്ങൾ അവനെ പരിചയപ്പെട്ടത്, അവനൊരു പാവമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി അവനെ ചേർത്ത് നിർത്തണം, എന്തൊക്കെ സംഭവിച്ചാലും അവനെ കൈവിട്ട് കളയരുത്. സ്വത്തിനേക്കാളും പണത്തേക്കാളും എല്ലാം വലുത് സ്വന്തം ഭർത്താവാണ്, സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് അഭിയെ ചേർത്ത് നിർത്താം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു നീണ്ട ഡയലോഗ് അങ്ങ് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട്, ഇല്ല ഇനി ഞാൻ അഭിയോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് നവ്യ അങ്ങ് പോരുന്നു. ഏതായാലും മിഷൻ വിജയിച്ച ഒരു സന്തോഷത്തിൽ നിൽപ്പുണ്ട് ഡേവിഡ്. ഈ സമയം ഡേവിഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവന്തികയും നാഗേന്ദ്രനും ഒക്കെ. ഡേവിഡ് വന്നു കഴിയുമ്പം ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി, ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞ രീതിയിലെല്ലാം പറഞ്ഞു, എല്ലാം പൊലിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം അവന്തിക ചോദിക്കും, റിസൾട്ട് കാണിച്ചോന്ന്. അന്നേരം എന്ത് റിസൾട്ടൊന്നും കാണിച്ചില്ല, നമ്മളുണ്ടാക്കിയ റിസൾട്ടല്ലേ, വാക്കാലെല്ലാം അങ്ങ് പറഞ്ഞ് വിശ്വസിപ്പിച്ചു, അത്രയേ ഉള്ളൂ, അവളത് വിശ്വസിച്ച് അങ്ങോട്ട് പോയേക്കുന്നത് എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നവ്യ ആ വീട്ടിലുള്ള ഒരാളെയും വിശ്വസിക്കില്ല, സ്വന്തം അച്ഛനെയും അമ്മയും പോലും വിശ്വസിക്കില്ല. ഇനി അവൾ അബിക്കൊപ്പം നിൽക്കും, ഇനി പല സംഭവം ആ വീട്ടിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്, ഇതൊക്കെയാണെങ്കിലും ഇനി പതിയെ നവ്യയെ അബിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, അതിനൊരു മുഹൂർത്തം നമ്മൾ റെഡിയാക്കും, എന്നിട്ട് അവളെ ഒഴിവാക്കും, എൻ്റെ മകന് നല്ലൊരു ജീവിതം ഞാൻ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.